ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 120ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജനുവരി മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയിലെ സീനിയർ ശുശ്രൂഷകനും സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ മുൻ ഡയറക്ടറുമായിരുന്ന പാസ്റ്റർ ഡോക്ടർ TC കോശി കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ ചിക്കാഗോയിൽ വെച്ച് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. ശവസംസ്കാര ശുശ്രൂഷകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മൗണ്ട് പ്രോസ്പെക്റ്റുള്ള സയോൺ ചർച്ചിൽ ആരംഭിക്കും. നാളെ രാവിലെ 9 മണിക്ക് അവിടെ നടക്കുന്ന ശുശ്രൂഷകളെ തുടർന്ന് 11:30 മണിയോടെ നൈൽസിലുള്ള മേരി ഹിൽ സെമിത്തേരിയിൽ ശവസംസ്കാര ശുശ്രൂഷകൾ പൂർത്തീകരിക്കും. സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ മുൻ ഡയറക്ടറായിരുന്നു അന്തരിച്ച പാസ്റ്റർ TC കോശി. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയുടെ ട്രഷറർ, ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ, IPC വൈക്കം, പാമ്പാടി എന്നീ സെൻറ്ററുകളുടെ മുൻ ഡിസ്ട്രിക്ട് പാസ്റ്റർ എന്നീ നിലകളിലൊക്കെ ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയിലൂടെ സ്തുത്യർഹമായ സേവനങ്ങൾ സഭയ്ക്കും സംഘടനയ്ക്കും ദൈവത്തിനും വേണ്ടി പ്രവർത്തിച്ച പാസ്റ്റർ TC കോശിയുടെ വേർപാട് ഒരു തീരാ ദുഃഖമായി അവശേഷിക്കുകയാണ്. അദ്ദേഹം 90 വയസ്സ് പ്രായമായിരുന്നു. കഴിഞ്ഞ വർഷം 90 വയസ്സ് പൂർത്തിയാക്കിയപ്പോൾ ഷിക്കാഗോ ഗോസ്പൽ മീഡിയ അസോസിയേഷൻ പ്രവർത്തകർ അദ്ദേഹത്തെ സന്ദർശിച്ച് അഭിമുഖ സംഭാഷണം നടത്തിയത് ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. റാന്നി കപ്പമാമൂട്ടിൽ ചിന്നമ്മയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഡോക്ടർ അലക്സ് T കോശി, പരേതനായ പാസ്റ്റർ ബെൻ കോശി, പാസ്റ്റർ സിസിൽ കോശി എന്നിവർ മക്കളും, ലിസ അലക്സ് കോശി, അനി ബെൻ കോശി, സീന സിസിൽ കോശി എന്നിവർ മരുമക്കളുമാണ്. ആൻഡ്രു, ആൽഫിൻ, റേച്ചൽ, അദീന, എയ്ഡൻ എന്നിവർ കൊച്ചുമക്കളുമാണ്. ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായി ദീർഘകാലം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയോട് ചേർന്ന് ബൈബിൾ പരിഭാഷ പ്രവർത്തനങ്ങളിലും ദീർഘനാളുകൾ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. വേൾഡ് വിഷൻ്റെ വിവിധ പ്രോജക്റ്റുകളുടെ ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയുടെ കുമ്പനാട്ടുള്ള IPC PG കോഴ്സിൻ്റെ ഡയറക്ടറായിട്ട് ദീർഘനാളുകൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടയത്തുള്ള IPC കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിലെയും അധ്യാപകനായി ദീർഘനാളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അനേക ചെറുപ്പക്കാരുടെ അകത്തെ കണ്ണുകൾ ആത്മീകമായിട്ടും അതുപോലെ തന്നെ അക്ഷരികമായിട്ടും അവരുടെ വിദ്യാഭ്യാസം നൽകി കൊടുത്തുകൊണ്ട് അനേകരെ വിദ്യാഭ്യാസത്തിൻ്റെ ആത്മീയതയുടെ വെളിച്ചം കണ്ട ഒരു മഹാനായിരുന്നു പാസ്റ്റർ TC കോശി അവർകൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ബ്രദർ TC ഇട്ടി, പരേതനായ പ്രൊഫസർ TC മാത്യു, ഡോക്ടർ TC മത്തായി, സൂസൻ മണിയാറ്റ് എന്നിവരാണ് സഹോദരങ്ങൾ. ശവസംസ്കാര ശുശ്രൂഷകൾ ഇന്ന് നാളെയുമായി ചിക്കാഗോയിൽ നടക്കുമ്പോൾ നൂറുകണക്കിന് വിശ്വാസ സമൂഹം ആ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അദ്ദേഹത്തോടുള്ള ആദരവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങുകളായി മാറ്റപ്പെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. TC കോശിയുടെ മരണത്തുടർന്നുള്ള നൂറുകണക്കിന് അനുസ്മരണ, അനുശോചന, പ്രത്യാശ സന്ദേശങ്ങളാണ് കുടുംബാംഗങ്ങൾക്കും മറ്റ് പ്രവർത്തകർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയുടെ ആരംഭകാലം മുതലുള്ള കുടുംബമാണ് താമരി പള്ളി കുടുംബമെന്നും പ്രൊഫസർ TC കോശി, പരേതനായ TC മാത്യു എന്നിവർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ചെയ്ത സേവനങ്ങൾ വിസ്മരിക്കുന്നതല്ലെന്നും IPCയുടെ മുൻ ജനറൽ പ്രസിഡന്റും പവർ വിഷൻ്റെ ചെയർമാനുമായ ഡോക്ടർ KC ജോൺ അനുശോചന പ്രമേയത്തിൽ പറഞ്ഞു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് തീരാ നഷ്ടമാണ് പാസ്റ്റർ TC കോശിയുടെ മരണം മൂലം ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എളിയവരെ ആദരിച്ച ഒരു ദൈവഭക്തനായിരുന്നു പാസ്റ്റർ TC കോശി എന്ന് പാസ്റ്റർ ബാബു ചെറിയാൻ തൻ്റെ അനുസ്മരണ സന്ദേശത്തിൽ വ്യക്തമാക്കി. IPC പ്രസ്ഥാനത്തിന് നിസ്വാർത്ഥമായി സേവിച്ച ദൈവദാസനായിരുന്നു പ്രൊഫസർ TC കോശി എന്നും IPC പ്രവർത്തനങ്ങൾ പുത്രിക സംഘടനകളായ സൺഡേ സ്കൂൾ, POIPA, PG കോഴ്സ് എന്നിവയ്ക്കൊക്കെ തൻ്റെ നാനാവിധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ സഭയ്ക്ക് മുതൽക്കൂട്ടായിരിക്കുന്നു എന്നും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ഡോക്ടർ T വത്സൻ എബ്രഹാം 102ാമത് കുമ്പനാട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുമ്പനാട്ട് പ്രസ്താവിച്ചു. ദീർഘവർഷങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച TC കോശിയുടെ മരണം തീരാ സങ്കടമുണ്ടാക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകനും IPC സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയുമായ പാസ്റ്റർ EA മോസസ് തൻ്റെ അനുശോചന സന്ദേശത്തിൽ വ്യക്തമാക്കി. ഇന്ന് കാണുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് ഊടും പാവും ചെയ്തവരിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് പ്രൊഫസർ TC കോശി എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. അദ്ദേഹത്തിൻ്റെ നിത്യത്തിൽ പ്രവേശിച്ച പ്രൊഫസർ TC കോശി സാറിൻ്റെ
വിയോഗത്തിൽ ദുഃഖം അറിയിച്ചുകൊണ്ട്, പ്രത്യാശ അറിയിച്ചുകൊണ്ട്, അനുസ്മരണങ്ങൾ അറിയിച്ചുകൊണ്ട് നിരവധി സന്ദേശങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഷിക്കാഗോ ഗോസ്പൽ മീഡിയ അസോസിയേഷന് വേണ്ടി രക്ഷാധികാരി KM ഈപ്പൻ, 40ാമത് PCNA കോൺഫറൻസിനു വേണ്ടി നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് K. സ്റ്റീഫൻസൺ, IPC സെൻട്രൽ റീജിയനു വേണ്ടി പാസ്റ്റർ PC മാമൻ, FPCCക്ക് വേണ്ടി പാസ്റ്റർ സേവ്യർ ജെയിംസ്, ഷിക്കാഗോയിലെ മുതിർന്ന ദൈവദാസനായ പാസ്റ്റർ ജോസഫ് K. ജോസഫ്, അങ്ങനെ നൂറുകണക്കിന് ദൈവദാസന്മാരുടെയും സംഘടനകളുടെയും അനുസ്മരണ സന്ദേശങ്ങൾ ഈ സമയത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അനുസ്മരണ സന്ദേശങ്ങൾ അയച്ചെന്ന എല്ലാവരോടുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഈ അനുസ്മരണ സന്ദേശങ്ങൾ ഞങ്ങൾ കുടുംബത്തിന് കൈമാറുന്നതാണ്. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം വ്യക്തിപരമായിട്ടുള്ള ഒരു നഷ്ടം കൂടിയായിട്ട് ഞാനിതിനെ കാണുകയാണ്. ഒരു പിതൃതുല്യനായി ഞാൻ കരുതിയിരുന്ന പ്രൊഫസർ TC കോശി സാർ ഏകദേശം 50 വർഷത്തിന് മുമ്പ് തന്നെ പരിചയമുള്ള ബഹുമാന്യനായ TC കോശി സാറിൻ്റെ മരണം എന്നിലും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലൊക്കെ ദുഃഖം ഉളവാക്കുന്നു എന്നുള്ള സത്യം ഞാൻ ഈ സമയത്ത് മനസ്സിലാക്കുന്നു. ഞങ്ങളൊക്കെ ആത്മീയ നിലയിൽ വളർത്തിയെടുക്കുവാൻ, ശുശ്രൂഷ രംഗത്ത് പ്രോത്സാഹിപ്പിച്ചെടുക്കുവാൻ, PAPകളിലൂടെ, സൺഡേ സ്കൂളിലൂടെ അതിൻ്റെ ലീഡർഷിപ്പ് രംഗത്തേക്കൊക്കെ കൊണ്ടുവരുവാനൊക്കെ പാസ്റ്റർ TC കോശി സാറും പാസ്റ്റർ TC മാത്യു സാറും ഒക്കെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച കാര്യങ്ങളെ ഈ സമയത്ത് ഓർക്കുകയും ഞങ്ങൾ അനുസ്മരിക്കുകയും ആ ഓർമ്മയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഇന്നും നാളെയുമായി ചിക്കാഗോയിൽ നടക്കുന്ന ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമ മഹത്വത്തിന് ഉതകട്ടെ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. 102ാമത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കുമ്മനാട് കൺവെൻഷൻ നടന്നു വരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ജനുവരി മാസം 11-ാം തീയതി ഞായറാഴ്ച IPC ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ഡോക്ടർ T. വത്സൻ എബ്രഹാം കുമ്മനാട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത ഞായറാഴ്ച ജനുവരി മാസം 18-ാം തീയതി നടക്കുന്ന സംയുക്ത സഭായോഗത്തോടെ കുമ്മനാട് കൺവെൻഷൻ സമാപിക്കും. കേരളത്തിൻ്റെയും ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ നിന്നുമായി നിരവധി പേർ കൺവെൻഷനിൽ പങ്കെടുത്തു വരുന്നുവെന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു. PCNAക്കിൻ്റെ 40ാമത് കോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച ജനുവരി മാസം 10-ാം തീയതി ശനിയാഴ്ച ഗിൽഗാൽ ഗോസ്പൽ അസംബ്ലിയിൽ വെച്ച് നടന്ന പ്രഥമ സമ്മേളനത്തിൽ പാസ്റ്റർ സാം തോമസ് അധ്യക്ഷനായിരുന്നു. പാസ്റ്റർ സേവ്യർ ജെയിംസ് മുഖ്യ സന്ദേശം നൽകി. PCNAക്കിൻ്റെ നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് K. സ്റ്റീഫൻസൺ, സെക്രട്ടറി പാസ്റ്റർ സാം മാത്യു, ബ്രദർ പ്രസാദ് ജോർജ് എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. ലോക്കൽ കമ്മിറ്റിയിൽപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ലോക്കൽ പ്രയർ കൺവീനർമാരായ പാസ്റ്റർ ആൻഡ്രൂസ് K. ജോർജ്, പാസ്റ്റർ ബാബു കുമ്പഴ, പാസ്റ്റർ ചാക്കോ തോമസ് എന്നിവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. നാഷണൽ പ്രയർ കോർഡിനേറ്റർ പാസ്റ്റർ PV മാമൻ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ ഏകോപിപ്പിച്ച് നേതൃത്വം നൽകി വരുന്നു. എല്ലാ ഞായറാഴ്ചയും 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്ന ഫെബ്രുവരിയിൽ വരെയുള്ള എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെ ഷിക്കാഗോ സമയം ഓൺലൈനിലും പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരിക്കുമെന്ന് ലോക്കൽ പ്രയർ കോർഡിനേറ്റേഴ്സ് അറിയിക്കുന്നു. ഇന്ന് 7ാമത്തെ ദിവസമാണ്. നമ്മുടെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചിട്ട് എല്ലാ ദിവസവും 40ഓളം പേരെയാണ് നാഷണൽ പ്രയർ കമ്മിറ്റി അതിനുവേണ്ടി ക്രമീകരിച്ചിരുന്നെങ്കിലും അതിലുപരിയായി 60-ലധികം 70-ഓളം ആൾക്കാർ അതിൽ പങ്കെടുത്ത് സൈൻ ചെയ്ത് മുമ്പോട്ട് വന്നിട്ടുള്ളതുകൊണ്ട് തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ഇടമുറിയാതെ ഒരാളെങ്കിലും ഉപവസിച്ച് കുറേ മണിക്കൂറുകൾ ഉപവസിച്ച് PCNAക്കിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വരുന്നു. നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടായിരിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ PCNAക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ ദയവായി പ്രയർ കോർഡിനേറ്റേഴ്സുമായോ PCNAക്കിൻ്റെ പ്രവർത്തകരുമായോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ സമ്മേളനത്തിൽ വെച്ച് PCNAക്ക് വോയിസും പ്രകാശനം ചെയ്തു. നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് K. സ്റ്റീഫൻസൺ പാസ്റ്റർ വില്ലി എബ്രഹാമിന് നൽകിക്കൊണ്ട് PCNAക്ക് വോയിസിൻ്റെ പ്രഥമ കോപ്പി പ്രകാശനം ചെയ്തു. PCNAക്കിൻ്റെ പ്രവർത്തനങ്ങൾ അമേരിക്കയുള്ള വിവിധ സിറ്റികളിൽ എൻ്റെ പ്രൊമോഷണൽ മീറ്റിംഗ് നടക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. ഫെബ്രുവരി മാസം 11-ാം തീയതി ഡാളസിൽ വെച്ച് അടുത്ത പ്രൊമോഷണൽ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ചർച്ച് ഓഫ് ഗോഡിൻ്റെ 103ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 19 മുതൽ 25 വരെ തിരുവല്ലയിൽ വെച്ച് നടക്കുന്നതാണ്. ഓവർസിയർ പാസ്റ്റർ Y. റജിയും ഏഷ്യൻ സൂപ്രണ്ട് പാസ്റ്റർ CC തോമസ് എന്നിവർ കൺവെൻഷനുകൾക്ക് നേതൃത്വം നൽകും. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിവിഷൻ ജനറൽ കൺവെൻഷൻ ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 വരെ അടൂരിനടുത്തുള്ള പറന്തൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നടക്കുമെന്ന്
സൂപ്രണ്ട് പാസ്റ്റർ TJ ഷാമുവൽ അറിയിക്കുന്നു. കേരളത്തിലെ ബാപ്റ്റിസ്റ്റ് സഭകളുടെ 58ാമത് ജനറൽ കൺവെൻഷൻ ഫെബ്രുവരി 4 മുതൽ 8 വരെ ചാത്തന്നൂരിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു മരണ വാർത്ത കൂടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ വെച്ചാണ് അമേരിക്കയിലുള്ള ഒരു ദേവദാസൻ പാസ്റ്റർ ഹാബേൽ ജോസഫിൻ്റെ മകൾ പെർസിസ് ഹാബേൽ ജോസഫ് 28 വയസ്സ് സഹോദരനും ഒന്നിച്ച് ബാംഗ്ലൂരിൽ സ്കൂട്ടറിൽ പോകവേ മറ്റൊരു വാഹനം വന്നിടിച്ച് തൽക്ഷണം നിത്യതയിലേക്ക് പ്രവേശിച്ച വാർത്ത ഞങ്ങൾ ഖേദപൂർവ്വം റിപ്പോർട്ട് ചെയ്യുന്നു. IPC സഭയുടെ ബാംഗ്ലൂരിലുള്ള ബദേൽ IPC സഭയിലെ അംഗമായിരുന്നു. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലോകം ഇപ്പോൾ ഒരു യുദ്ധ ഭീഷണിയുടെ മുമ്പിലാണ്. ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷേപം രൂക്ഷമായിരിക്കുന്നു. നൂറുകണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു പ്രത്യേക സംഭവ വികാസം ഭരണവിരുദ്ധ പ്രക്ഷേപത്തോടുള്ള ബന്ധത്തിൽ ഇറാനിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ലോകം എമ്പാടുമുള്ള ജനങ്ങൾ വളരെ കരുതലോടെയാണ് ലോക രാഷ്ട്രങ്ങൾ ഇതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാർ എത്രയും പെട്ടെന്ന് തന്നെ ഇറാനിൽ നിന്ന് രാജ്യം വിടണമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ പൗരന്മാരും എത്രയും വേഗം ഇറാനിൽ നിന്ന് മാറണമെന്ന് അമേരിക്കൻ ഭരണകൂടവും ഇറാനിലുള്ള അമേരിക്കൻ പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ ഇടപെടൽ ഉണ്ടായി അതൊരു യുദ്ധമായി മാറുമെന്നുള്ള മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് ഇറാൻ തൻ്റെ വ്യോമപാത അടച്ചതായും വാർത്തകൾ പറയുന്നു. അതുമൂലം വ്യോമ ഗതാഗതങ്ങൾ തടസ്സപ്പെടുന്നതിനും അല്ലെങ്കിൽ പൂർണ്ണമായും ക്യാൻസലാക്കുന്നതിനുള്ള സാധ്യതകളുണ്ടെന്നും വാർത്താ കുറിപ്പുകളിൽ വായിക്കുന്നു. രാജ്യത്തിലെ പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്നതിൽ ശക്തമായ തിരിച്ചടിയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ട്രംപ് അറിയിച്ചു. ഏകദേശം 12,000-ഓളം പേർ ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് കൊല്ലപ്പെട്ടതായിട്ടാണ് സൂചന. ഖത്തറിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രവും അമേരിക്കൻ ഗവൺമെൻറ് അടച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ യുദ്ധമുണ്ടായാൽ ഇറാൻ അമേരിക്കയുടെ ഖത്തറിലുള്ള സൈനിക കേന്ദ്രത്തെ ആക്രമിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ടുള്ള പദ്ധതി അനുസരിച്ചാണ് ആ കേന്ദ്രം അടച്ചിരിക്കുന്നത്. ലോകമെമ്പാടും ഉള്ള രാഷ്ട്രങ്ങൾ ഇതൊരു യുദ്ധമായി ഉണർന്നു വരുമോ എന്നുള്ള ആശങ്കയിലാണ്. എന്നാൽ ലോകത്തിൽ സമാധാനമുണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം. ഇറാനിലെ പ്രക്ഷോഭം അത് വളരെ രൂക്ഷമാണ്. അനേകരെ കൊന്നൊടുക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് അവിടുത്തെ ഭരണകൂടം മാറിയിരിക്കുന്നു എന്നുള്ള ദാരുണമായ വസ്തുതയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വീട്ടുമതിലിൽ ബൈബിൾ എഴുതിയതിനെ അവിടെയുള്ള സമീപത്തുള്ള BJP പ്രവർത്തകർ അതിന് എതിരായി പ്രതികരിച്ച ഒരു വാർത്തയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഉള്ള നമ്മുടെ മിക്ക ക്രൈസ്തവ ഭവനങ്ങളിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെന്തക്കോസ്ത കുടുംബങ്ങളുടെ വീടുകളുടെ ഭിത്തികളിലൊക്കെ ബൈബിൾ വചനങ്ങൾ എഴുതുക സ്വാഭാവികമാണ്. അത് പെന്തക്കോസ്തുകാരുടെ മാത്രമല്ല, ഈ അടുത്ത സമയങ്ങളിലൊക്കെ കത്തോലിക്ക ഭവനങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പള്ളികളുടെ ഒക്കെ അല്ലെങ്കിൽ മഠങ്ങളുടെയൊക്കെ ഭിത്തികളിൽ ബൈബിൾ വാക്യങ്ങൾ എഴുതുക എന്നുള്ളത് ഒരു സാധാരണ നടന്നു വരുന്ന ഒരു സംഭവമാണ്. വിശുദ്ധ ബൈബിളിലെ വാക്യങ്ങൾ എഴുതി അത് വായിക്കുന്നവർക്ക് ഒരു സ്വാന്തനം ലഭിക്കുവാൻ, ശാന്തി ലഭിക്കുവാൻ, ദൈവത്തിൻ്റെ ലേക്ക് കടന്നു വരുവാനൊക്കെ ഇടയാകുന്ന ഒരു സമാധാനപരമായിരിക്കുന്ന ഒരു സംഭവമാണ് ഭിത്തികളിൽ ബൈബിൾ വാക്യങ്ങൾ എഴുതുക എന്നുള്ളത്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു വാക്യമാണ് സമീപ സമയത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ BJP പ്രവർത്തകർ അതിനെതിരായിട്ട് പ്രതികരിക്കുകയുണ്ടായത്. പത്തനാപുരത്ത് പിടവൂർ സത്യൻമുക്കിലുള്ള ഒരു പെന്തക്കോസ്ത് വിശ്വാസിക്കാണ് ഇങ്ങനെ ഒരു ദുരനുഭവം നേരിട്ടത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മതിലിൽ എഴുതിയ ബൈബിൾ വാക്യങ്ങളിലെ വിഗ്രഹാരാധികൾ എന്ന വാക്കാണ് BJP പ്രവർത്തകരെ പ്രത്യേകിച്ച് ചൊടിപ്പിക്കാനിടയായി തീർന്നത്. BJP പ്രവർത്തകർ പ്രയോഗിച്ചു. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9-10 വാക്യങ്ങളാണ് ആ ഭിത്തിയിൽ എഴുതിയിരുന്നത്. നമുക്ക് ആ വാക്യം സുപരിചിതമാണോ? അതിൻ്റെ അകത്തുള്ള വിഗ്രഹാരാധന എന്നുള്ള വാക്ക്, അവർ വിഗ്രഹാരാധികൾ എന്നുള്ള വാക്ക് അവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ള വാക്കാണ് BJP പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. അവർ അതിനെതിരായി പ്രതികരിച്ചു. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് മെമ്പർ വീട്ടുകാരുമായി സംഭാഷണം നടത്തി. എന്നാൽ ബൈബിൾ വാക്യത്തെ ഇടയ്ക്ക് വെച്ച് മുറിച്ച് മാറ്റുവാൻ പെന്തക്കോസ്ത് വിശ്വാസികൾ തയ്യാറായില്ല എന്നുള്ളത് പ്രശംസ അർഹിക്കുന്നു. വിഗ്രഹാരാധികൾ എന്നുള്ള വാക്ക് മാത്രം അവിടുന്ന് മാറ്റുവാൻ പഞ്ചായത്ത് മെമ്പറും പോലീസുകാരും ആവശ്യപ്പെട്ടെങ്കിലും വീട്ടുകാർ അതിന് തയ്യാറായില്ല.
അവർ പറഞ്ഞത് ബൈബിൾ വാക്യങ്ങൾ ഞങ്ങൾ മുറിച്ച് മാറ്റുകയില്ല, നിങ്ങൾക്ക് വേണമെങ്കിലാകാം. അതുകൊണ്ട് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അവിടെയുള്ള BJP പ്രവർത്തകർ സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ച് വിഗ്രഹാരാധികൾ എന്ന വാക്ക് മാറ്റിയുണ്ടായി. കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു വാക്യ ഭാഗമാണ് ഇപ്പോൾ അവിടെയുള്ള BJP പ്രവർത്തകരെ പ്രകോപിതരാക്കിയത് എന്നുള്ളത് അതിലും വലിയ ഒരു അതിശയമായിരിക്കുന്നു. കേരളത്തിൽ BJPയുടെ ഭരണം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ BJPയുടെ ഭരണം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഭരണം ലഭിക്കുമ്പോൾ ക്രൈസ്തവർ പീഡനമേൽക്കുന്ന ഒരു പ്രത്യേക ദാരുണാവസ്ഥ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അത് സംഭവിക്കില്ല എന്നുള്ളത് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇങ്ങനെ പ്രതികരിക്കുന്ന BJP പ്രവർത്തകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ വാക്യത്തിൻ്റെ മുമ്പും പിമ്പും ഇപ്പോഴും ആ ഭിത്തിയിലിരിക്കുമ്പോൾ വിഗ്രഹാരാധികളും സ്വർഗരാജ്യം അവകാശമാക്കിയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു എന്ന് അവർ യേശുവിനെ കണ്ടെത്തിയിട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 131ാമത് മാരാൻ കൺവെൻഷൻ്റെ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം കഴിഞ്ഞ ശനിയാഴ്ച നടന്നു. ഫെബ്രുവരി മാസം 8 മുതൽ 15 വരെയാണ് പമ്പ മണൽപ്പുറത്ത് മാരാമൻ കൺവെൻഷൻ നടക്കുന്നത്. അതിൻ്റെ പന്തൽ നാട്ടുകർമ്മം കഴിഞ്ഞ ശനിയാഴ്ച നടന്നു. പമ്പ മണൽ തീരത്ത് നടക്കുന്ന ഈ സമ്മേളനത്തിനെതിരായിട്ടും കഴിഞ്ഞ അനേക വർഷങ്ങളായി ചില BJP പ്രവർത്തകരുടെ ശബ്ദം ഉയർത്തുന്നുണ്ട്. ഈ സമയത്ത് ചില അപസ്വരങ്ങൾ അവിടെ ഇവിടെയായി ഉണ്ടായതായിട്ട് നമ്മൾ അറിയുന്നു. മാരാമൻ കൺവെൻഷനും സമാധാനപരമായ അന്തരീക്ഷത്തിൽ കോടതിയിൽ വെച്ച് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീ ബിനോയ് ചാക്കോ നിർമ്മിച്ച് പ്രസിദ്ധീകരിച്ച ബിനോയ് ചാക്കോ ഓഡിയോ ബൈബിൾ 1 ലക്ഷം അധികം ആൾക്കാർ അത് ഡൗൺലോഡ് ചെയ്ത് കേട്ടതായി റിപ്പോർട്ടുകൾ. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനായ ബിനോയ് ചാക്കോയുടെ ശബ്ദത്തിൽ വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമവും സങ്കീർത്തനങ്ങളുമാണ് ഓഡിയോയിലൂടെ ഇപ്പോൾ കേൾവിക്കാർക്ക് ലഭ്യമാകുന്നത്. ഏകദേശം 1 ലക്ഷം പേരാണ് ഇതിനോടകം തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് ദിവസവും വിശുദ്ധ ദൈവത്തിൻ്റെ വചനങ്ങൾ ബിനോയ് ചാക്കോയുടെ ശബ്ദത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സംഗീതജ്ഞന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇതിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. പുതിയ നിയമം കൂടെ ചേർത്തുകൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ ഓഡിയോ ബൈബിൾ മെയ് മാസത്തോടെ പുറത്തിറക്കുമെന്ന് ശ്രീ ബിനോയ് ചാക്കോ അറിയിച്ചു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഗ്ലോബൽ മീഡിയ അസോസിയേഷൻ്റെ മാധ്യമ പുരസ്കാരം സ്വർഗീയ ധ്വനിയുടെ ചീഫ് എഡിറ്റർ ശ്രീ ഫിന്നി P. മാത്യു കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങി. രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകനായ ജോസഫ് C. മാത്യുവിൽ നിന്നാണ് ഫിന്നി P. മാത്യു അവാർഡ് ഏറ്റുവാങ്ങിയത്. പാസ്റ്റർ റോയി വാകത്താനം, പാസ്റ്റർ ഫിലിപ്പ് P. തോമസ്, പാസ്റ്റർ സാംകുട്ടി ചാക്കോ, സജി മത്തായി കാത്തേട്ട്, അച്ചൻകുഞ്ഞ് എലന്തൂർ എന്നിവർ തുടങ്ങിയ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകി. ജനുവരി 15 കുമ്മനാട് ചർച്ച് ഓഫ് ഗോഡ് ഹാളിൽ വെച്ചാണ് IPC ഗ്ലോബൽ മീഡിയ അസോസിയേഷൻ്റെ മാധ്യമ പുരസ്കാര വിതരണം നടന്നത്. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് കൂടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇപ്പോൾ ഇവിടെ പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.